സ്തോത്രം. സുഗന്ധം പരത്തുന്ന മാതാവ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഒരു പുതിയ വിഷയമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുന്നിൽ വരുവാൻ ദൈവം സഹായിച്ചു. അതിനായി ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. ദൈവം ഒരിക്കൽ കൂടെ ആയുസ്സിൽ ഇങ്ങനെയുള്ള ഒരു അവസരം തന്നു. അതിനായി സ്തോത്രം. വചനത്തിന് ആദ്യമായി ഒരു വചനം വായിക്കാം. പുറപ്പാട് പുസ്തകം 20:3. അതിൽ ഇപ്രകാരം പറയുന്നു: ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. സ്തോത്രം. ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സർവശക്തനായ ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഒരിക്കൽ കൂടെ ഒരു ദിവസം കൂടെ കർത്താവിൻ്റെ പരിശുദ്ധമായ വചനം ധ്യാനിക്കുവാൻ ഈ ഒരു അവസരം തന്നതിനായി സ്തോത്രം. വചനം സംസാരിക്കുമ്പോൾ കർത്താവ് എന്നിലൂടെ, എൻ്റെ നാവിൽ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ വചനം സംസാരിച്ച് കേൾക്കുന്ന മക്കളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അത് അവർക്ക് പ്രയോജനമുള്ളതാക്കി തീർക്കണമേ. വചനം സംസാരിക്കുന്ന എന്നെയും കേൾക്കുന്ന സകല മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗപിതാവ് കൂടെ ഇരിക്കണം, കാത്തുകൊള്ളണം. മാനവും മഹത്വവും ശക്തിയും ബഹുമാനവും സ്തോത്രവും എല്ലാം അങ്ങേക്കുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ എൻ്റെ സ്വർഗപിതാവേ. ആമേൻ. സ്തോത്രം. പ്രിയമുള്ള സഹോദരങ്ങളെ, വചനത്തിൽ വായിച്ച് നാം കേട്ടു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഇത് കർത്താവ് അന്ന് ഇസ്രായേൽ ജനത്തിന്, അതായത് സകല മനുഷ്യർക്കും, ഇസ്രായേൽ ജനത്തിന് മാത്രമല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്ന, കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും കൊടുത്തിട്ടുള്ള കൽപ്പനയാണ്. അത് മാത്രമല്ല, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും കർത്താവ് കൊടുത്തിട്ടുള്ളതാണ്. എന്നാൽ കർത്താവിൽ വിശ്വസിക്കാത്തവർക്ക് അത് മറവായിരിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തർക്കും നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പ്രധാന കൽപ്പനയിൽ കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യമാണ്: ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ഇന്ന് നാം ചിന്തിച്ച് നോക്കേണ്ട ഒരു കാലത്തിലേക്കാണ് ഇപ്പോൾ നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരുപാട് അനുഭവങ്ങളെയൊക്കെ ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-3 സുവിശേഷത്തിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ ഞാനിവിടെ പങ്കുവച്ചിട്ടുണ്ട്. ഞാനല്ല, എന്നിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പങ്കുവച്ചിട്ടുണ്ട്. അതിന് ഞാനൊരു മുഖാന്തരമായി എന്നേ ഉള്ളൂ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ ദൈവം പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് മനുഷ്യൻ ഈ ഒരു കൽപ്പന മറന്നുപോയി ജീവിക്കുകയാണ്. ഈ കൽപ്പന അങ്ങ് മറന്ന് ജീവിക്കുകയാണ്. എന്താണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് അവൻ ചിന്തിച്ച് നോക്കാതെ അവൻ മറന്നിട്ട് ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് ഇന്ന് ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ അനുഭവസാക്ഷി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഞാൻ ബാല്യത്തിലായിരുന്നപ്പോൾ എൻ്റെ അപ്പൂപ്പൻ മന്ത്രവാദിയായിരുന്നു. ആ മന്ത്രവാദി ആയിരുന്ന എൻ്റെ അപ്പൂപ്പൻ്റെ അടുക്കൽ പിൻഗാമിയായിട്ട് എന്നെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ അപ്പൂപ്പൻ്റെ അടുക്കൽ പോകുന്നത്. അങ്ങനെയാണ് അപ്പൂപ്പൻ എനിക്ക് വേണ്ടി ആഭിചാരമൊക്കെ ചെയ്യുന്ന വ്യക്തി. എന്നാൽ എനിക്ക് പഠിക്കണമെന്നുള്ള മനോഭാവത്തോടുകൂടെ ഞാൻ പോവുകയാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, എൻ്റെ അമ്മ തന്നെ എന്നെ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, മകനെ, നീ അപ്പച്ചിയുടെ അടുത്ത് ചെന്ന് ചോദിക്ക്,
ഇങ്ങനെ പിൻഗാമി ആയിട്ട് ഒന്ന് പഠിപ്പിക്കണമെന്ന് പറ, അപ്പോൾ പഠിപ്പിച്ചു തരും എന്ന് പറഞ്ഞു. ആ വാക്കും കേട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞു മനസ്സിൽ ഈ മന്ത്രവാദം പഠിക്കാൻ വേണ്ടി അപ്പച്ചീൻ്റെ അടുത്ത് പോകുന്നത്. ഞങ്ങൾ അപ്പച്ചി എന്നാണ് വിളിക്കുന്നത്, അമ്മേരെ അപ്പൻ. അപ്പോൾ അങ്ങേര് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തോ അങ്ങേരിങ്ങനെ മുകളിലോട്ട് നോക്കി അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. മക്കളെ, എന്നോട് പോട്ട് നിനക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം ആഭിചാരം ചെയ്യുന്നവർക്ക് അതിൻ്റെ രഹസ്യങ്ങളെ അറിയാൻ പറ്റൂ, മറ്റുള്ളവർക്കൊന്നും അത് അറിയില്ല. ആഭിചാരം ചെയ്യുന്നവർ അത് ഏത് രൂപത്തിലാണ് അതിനെ രൂപപ്പെടുത്തിയെടുക്കുന്നു, എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു എന്നെല്ലാം അവർക്ക് മാത്രമേ അറിയാവൂ. അതിൽ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഞാൻ അത് തന്നെയാണ്, ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ ചോദിച്ചു, ഇന്ന് പലരും പറയുന്നല്ലോ കാളി, യക്ഷി, ഇങ്ങനെ പല പല രൂപങ്ങളിൽ പല പല പേരുകളിൽ ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്നുണ്ട്. അതിൽ ഒന്നാണ് യക്ഷി. നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴുള്ള തലമുറകളിൽ അത് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. എന്നാൽ കുറച്ച് കാലത്തിന് മുമ്പേ ഉള്ള ഇത്തിരി പ്രായമുള്ള വ്യക്തികൾക്കൊക്കെ നല്ലതുപോലെ അറിയാം യക്ഷി എന്ന് പറഞ്ഞാൽ എന്ത്. അത് വേറൊന്നുമല്ല, ഒരു ദുരാത്മാവാണ്. കാളി, ഭദ്രകാളി, ഇങ്ങനെയൊക്കെ പല പല പേരുകളിൽ ഈ ലോകത്തിൽ അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പുറകെ പോകുന്നവരുണ്ട്, ഇതിനെ ആരാധിക്കുന്നവരുണ്ട്, ഇതിനെ പൂജിക്കുന്നവരുണ്ട്, ഇതിൻ്റെ പുറകെ പോയിട്ട് ഇതിനെ തുള്ളുന്നതും ഇങ്ങനെ ഇതിൽ കൂടെ വെളിച്ചപ്പാട് പറയുന്നവരും, ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ ലോകത്തിൽ. ഒരുപാട് പേര് ഈ കാര്യത്തിൽ കൂടെ ഇന്ന് വയറ്റുപളപ്പിന് വേണ്ടി ഇത് വെച്ച് നടത്തുന്നവരുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ അപ്പച്ചിയുടെ ഒരു ദിവസം ചോദിച്ചു, ഇതെങ്ങനെയാണ് അറിയുക, ഇത് നമ്മളുടെ അടുക്കൽ വന്നാൽ എങ്ങനെ അറിയുക എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, യക്ഷി അത് വരുമ്പോൾ അത് നമ്മൾ ഏതെങ്കിലും ഒരു വിജന സ്ഥലത്തിൽ കൂടെ പോകുന്ന സമയത്ത് ഒരു സുഗന്ധമടിക്കും. ഒന്നീ പിച്ചിപ്പൂവിൻ്റെ മണം, അല്ലെങ്കിൽ മുല്ലപ്പൂവിൻ്റെ മണം. ഇത് വരുമ്പോൾ നീ മനസ്സിലാക്കിക്കൊള്ളണം, ആളവിടെ ഉണ്ട്. അത് ആർക്ക് മനസ്സിലാവും? അതായത് ആ വിശ്വാസത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നവർക്ക്. മറ്റുള്ള ദൈവമക്കളുടെ അടുക്കലേക്കൊന്നും ഇത് വരില്ല. വിശ്വാസത്തിൽ വിശുദ്ധിയോടും ഭക്തിയോടും കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കലും ഇത് നെരുങ്ങത്തില്ല. കാരണം ആ ആത്മാവാണ്, ഇതൊരു ആത്മാവാണ്. ഇപ്പോൾ നമ്മൾ കർത്താവിനെ വിളിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരും, ആ ആത്മാവ് നമ്മളിലേക്ക് വരികയാണ്. ഇതുപോലെ ഈ വിശ്വാസത്തിൽ നമ്മൾ പോകുമ്പോൾ അത് ഏതൊരു വ്യക്തിയായാലും ശരി, ആ വിശ്വാസം സ്വീകരിക്കുന്ന സമയത്ത്, ആ വിശ്വാസത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആത്മാവ് അവരിലേക്ക് വരും. ഇപ്പോൾ ഒരു ആഭിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇങ്ങനെയുള്ള നാമങ്ങളെ അവൻ ഉരുവിടുമ്പോൾ ആ നാമത്തിൻ്റെ ആത്മാവ് ഇവനിലേക്ക് വരികയാണ്, ഈ വ്യക്തിയിലേക്ക് വരികയാണ്. അത് സ്ത്രീയായാലും ശരി, പുരുഷനായാലും ശരി, ഏതൊരു വ്യക്തി ആ നാമം എടുക്കുമ്പോൾ ആ നാമത്തിൽ കൂടെ ഈ ആത്മാവ് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ആ വിശ്വാസത്തിൽ പോകുന്ന വ്യക്തിക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും, അത് ഇന്ന ആളാണ് വന്നത്. അപ്പോൾ ഈ യക്ഷി വരുമ്പോൾ അതിൻ്റെ അടയാളമാണ് മുല്ലപ്പൂരമണം എന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാനിത് പഠിക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ വിജന സ്ഥലത്തിലൂടെ പോകുമ്പോൾ അങ്ങനെ എനിക്കൊന്നും മണമൊന്നും അങ്ങനെ വന്നിട്ടില്ല, ഞാനങ്ങനെ ഒന്നും അറിഞ്ഞിട്ടില്ല. എന്നാൽ എനിക്കൊരു കാര്യം ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. വേറെ പല ആൾക്കാർ ഇതുപോലെ ഞാൻ ഇന്നടത്തുകൂടെ വരുന്ന സമയത്ത് അവിടെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം അടിച്ചു, രാത്രി ഞാൻ ഭയപ്പെട്ടു പോയി, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അപ്പോൾ എൻ്റെ അപ്പച്ചിയാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു തരും, നീ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ ആൾക്കാരൊക്കെ നിൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, അവരൊന്നും നിന്നെ ഒന്നും ചെയ്യത്തില്ല, ഇങ്ങനെ മണം അടിക്കുമ്പോൾ നീ ഭയപ്പെടരുത് എന്നൊക്കെ എന്നെ പറഞ്ഞ് ധൈര്യപ്പെടുത്തും. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ജീവിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് തുറന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ഇത് മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മപ്പെടുത്തി, കഴിഞ്ഞ പ്രാവശ്യം വ്യക്തമായി ഈ ഭൂമി ഞാൻ സുവിശേഷത്തിൽ കൂടെ പറഞ്ഞു, ഈ ഭൂമിയിൽ ജീവിച്ചു പോയ സകല മനുഷ്യരും
അങ്ങ് പോയി, ഇവിടെ ഇല്ല. ഒരിക്കലും ആ വിശ്വാസം നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുവരരുത്. മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പൊക്കഴിഞ്ഞു. അത് ഒന്നി നല്ലതെങ്കിൽ ദൈവത്തിൻ്റെ പരദീസയിൽ ആബ്രഹാം പിതാവ് എവിടെ ഉണ്ടോ അവിടെ, ഇല്ല എങ്കിൽ പാതാളത്തിൽ. ഈ രണ്ട് സ്ഥലമേ ഇപ്പോൾ, അതായത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഇനി വരാനിരിക്കുന്നു. വന്നതിന് ശേഷം ഇവരെല്ലാവരും ഉയർപ്പിച്ച് അവരെല്ലാവരും വരും. ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന പലരും കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്ന വിശുദ്ധിയോടും ഭക്തിയോടും ജീവിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കും, ക്രിസ്തുവിനെ എതിരേൽക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല സുവിശേഷ ഭാഗങ്ങളിൽ കൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നതുമാണ്. അപ്പോൾ അതുവരയ്ക്കും ഈ ഒരു വ്യക്തികൾ, അതായത് നമ്മളെല്ലാവരും ബഹുമാനിക്കേണ്ടവരാണ്. ആര്? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, മറിയ, കർത്താവിൻ്റെ അമ്മയായി ഭൂമിയിൽ ഉണ്ടായിരുന്ന മാതാവ് എന്ന് നമ്മൾ എല്ലാവരും, ഇന്ന് ലോകത്തിലുള്ള എല്ലാവരും ഇന്ന് മാതാവേ മാതാവേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ മാതാവിൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ ഇല്ല. അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. മാതാവിൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ ഉണ്ടെന്ന് ഒരു രേഖയുമില്ല, ഒരിടത്തും പറഞ്ഞിട്ടുമില്ല. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് പറഞ്ഞത്. ലോക അവസാനത്തോളം ഓരോ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട്. ലോകാവസാനത്തോളം ഓരോ നാളും ഞാനുണ്ട്. അല്ലാതെ ഈ ഭൂമിയിലുള്ള വേറെ ഒരു വ്യക്തിയുടെ ആത്മാവും ഈ ഭൂമിയിൽ ഇല്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്, അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യരുത്. എല്ലാവരെയും ബഹുമാനിക്കേണ്ടവരാണ്. എല്ലാവരും നമുക്കുള്ളവരാണ്. അപ്പോസ്തലന്മാർ നമുക്കുള്ളവരാണ്, പ്രവാചകന്മാർ നമുക്കുള്ളവരാണ്, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ദൈവമാണ്. ഈ ഭൂമിയിൽ ജീവിച്ചുപോയ മറിയ നമുക്കുള്ളവരാണ്. എല്ലാവരും നമുക്കുള്ളവരാണ്. എന്നാൽ അവരെല്ലാം നാം ബഹുമാനിക്കേണ്ടവരാണ്. അവരെല്ലാവരും ഇന്ന് നിദ്രയിലാണ്. ആബ്രഹാം പിതാവ് എവിടെയോ അവിടെയാണ്. നാം എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഭൂമിയിൽ മനുഷ്യനെ വഞ്ചിക്കുന്ന ആത്മാവാണ് ഈ ദുരാത്മാവ്. ഏതൊരു വ്യക്തിയുടെ പേര് ഇപ്പോൾ ജീവിച്ചു പോയ, ഈ ഭൂമിയിൽ ഒരുപാട് പേര് ജീവിച്ചു പോയല്ലോ. മോശെ ജീവിച്ചു പോയി, ആബ്രഹാം, ഈസാക്ക്, യാക്കോബ്. അവരെ ആരും വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല. മോശയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല. മോശയുടെ പേരിൽ ഇവിടെ ഒരു പള്ളിയും ഇങ്ങനെ ഒന്നും ആരും കെട്ടിയിട്ടില്ല. കാരണം അതിന് ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. ഈ ഭൂമിയിൽ ഒരുപാട് പേർ ജീവിച്ചു പോയി. എല്ലാവരുടെ ആത്മാവ് ഈ ഭൂമിയിൽ ചുറ്റിച്ചിരിയെന്ന് ആരും ഒരിക്കലും ചിന്തിക്കരുത്. അത് തെറ്റായ ചിന്തയാണ്, തെറ്റായ വിശ്വാസവുമാണ്. അങ്ങനെ നാം ചിന്തിച്ച് ആരുടെയെങ്കിലും പേര് വിളിച്ച് നമ്മൾ അപേക്ഷിക്കുന്നുവെങ്കിൽ അവിടെ വരുന്നത് ദുഷ്ട ആത്മാവാണ്. അവരുടെ പേരിൽ വരുന്നത് ദുരാത്മാവാണെന്ന് 100 1000 പ്രാവശ്യം വേണമെങ്കിൽ പറയാം. അത്രമാത്രം വിശ്വാസത്തോടുകൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ ഭൂമിയിൽ ജീവിച്ചു പോയ ഒരു വ്യക്തിയുടെ ആത്മാവും ഇവിടെ ഇല്ല. വിളിക്കുന്നുവെങ്കിൽ അവിടെ വരുന്നത് ദുരാത്മാവാണ്. ഞാൻ വീണ്ടും പറയുകയാണ്. അതുപോലെ ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് ലോകത്തിൽ മനുഷ്യനെ അന്ധവിശ്വാസത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഈ അമ്മ മറിയയുടെ വിശ്വാസം. എല്ലാവർക്കും ബഹുമാനമുണ്ട്. എല്ലാവരും അമ്മയെ വിളിക്കുമ്പോൾ വരുന്നു. അമ്മയെ വിളിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കത് ഞാൻ വ്യക്തമായി കാണിച്ചു തരാം. ഞാനിത് എൻ്റെ കയ്യിൽ വന്നതുകൊണ്ടാണ് എനിക്ക് എൻ്റെ പഴയ ചിന്തയിലേക്ക് ദൈവാത്മാവ് എന്നെ കൊണ്ടുപോയത്. അത് ഞാൻ നിങ്ങൾക്കിത് വ്യക്തമായി കേൾപ്പിക്കാം. കാരണം അവിടെ പറയുകയാണ്, അത് വേറൊന്നുമല്ല, കൃപാസനമെന്ന് പറഞ്ഞ് ഇന്ന് തുടങ്ങിയില്ലേ കേരളത്തിൽ കൃപാസന മാതാവ്. ആ കൃപാസന മാതാവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് ദുഷ്ട ആത്മാവാണ്, ഭൂതമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ നിങ്ങളുടെ കണ്ണ് തുറക്കണം. ഇത് ഏതൊരു വ്യക്തി, എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന ഏതൊരു വ്യക്തി ഇത് കണ്ടാലും നിങ്ങൾ കേട്ടാലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, അവിടെ പ്രവർത്തിക്കുന്നത് ദുഷ്ട ആത്മാവാണ്, ഭൂതമാണ്. അതാണ് യക്ഷി എന്ന് പറയുന്ന ഒരു ദുരാത്മാവാണ്. ഈ മറിയ എന്ന് പറഞ്ഞ് വിളിച്ച്, അമ്മ മാതാവി എന്ന് പറഞ്ഞ് വിളിച്ച് അവിടെ പൂജിക്കുമ്പോൾ, അവിടെ വിളിക്കുമ്പോൾ വരുന്നത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ജീവിക്കും. ഇല്ല എങ്കിൽ വളരെ വളരെ വേദനയോടുകൂടെ പാതാളത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങൾക്ക് തീർത്തു പറയുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നത്
ഉടമ്പടി ധ്യാനം ഓൺലൈനായിട്ട് മൊബൈലിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മൊബൈലിൻ്റെ ഉള്ളിൽ നിന്ന് മുല്ലപ്പൂവിൻ്റെ സുഗന്ധമുണ്ടായി, സ്വർഗീയ സുഗന്ധമുണ്ടായി. അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ സുഗന്ധം ഇല്ലായിരുന്നത്. പക്ഷേ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് സ്മെല്ല് വരാൻ തുടങ്ങി, മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകാൻ തുടങ്ങി. നമ്മളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും വളരെ ഗൗരവമായിട്ടാണ് ദൈവം ഉടമ്പടി എടുത്തിരിക്കുന്നത്. ആൾക്കാരുടെ സാക്ഷിയൊക്കെ മനസ്സിലാവും. അതുവരെ ഇങ്ങനെ സ്മെല്ലില്ലേ. ഇപ്പൊ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ മുല്ലപ്പൂവിന്റെ പോലത്തെ സ്മെല്ലാണ്. അത് ഇപ്പൊ ഒത്തിരി ആയിരക്കണക്കിന് മനുഷ്യരുടെ സാക്ഷ്യമായി. ഇപ്പൊ മാതാവിന്റെ ഒരു പ്രസൻസിന്റെ അടയാളമാണ് അത്. ഇവിടെ മാത്രമല്ല, എവിടെ വേണമെങ്കിലും നീ ഒരു വിഷമിച്ചു നിന്റെ മനസ്സ് വിങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നീ അമ്മമാതാവിന്റെ ഭക്തനാണെന്നുണ്ടെങ്കിൽ, നീ പെട്ടുപോയൊരവസ്ഥയാണെങ്കിൽ അമ്മയെ ആശ്രയം വെച്ചാൽ അപ്പൊ തന്നെ ഈ സാന്നിധ്യം ഇങ്ങനെ വെളിപ്പെടുത്തും. നീ ഒറ്റക്കല്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് വ്യക്തതയോടുകൂടി നമുക്കത് മനസ്സിലാകുകയും ആത്മശക്തി കൊണ്ട് നമ്മൾ നിറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കുമ്പോഴേ ചിലപ്പോഴും നിങ്ങൾ പലരോടും കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും അച്ഛൻ പറയണത്. സാധാരണഗതിയിൽ ഞാൻ ഒരു ധ്യാനവും ആരുടെ കേട്ട് പറയത്തില്ല, പഠിച്ചും പറയത്തില്ല. വചനം ഇങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ട് രൂക്ഷമായിട്ടൊക്കെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചും കർത്താവിനോട് ചോദിച്ചൊക്കെ ഇരിക്കും. എന്നിട്ട് എനിക്ക് ഇവിടെ വരണത് വരെ ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല. അത് ഞാൻ താമസിക്കണത് അതാണ്. ഞാൻ ഈശോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതിന് ശേഷമല്ലേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്കൊരു ക്ലൂ കിട്ടി കഴിയുമ്പോൾ ഞാൻ കയറും. അതാണ് 1 മണിക്കൂർ താമസിച്ചു. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടെന്നാൽ ആ കൃപാസന നടത്തുന്ന വ്യക്തി പറയുന്ന ഈ ഒരു കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചുവല്ലോ. എന്താണ് ഇവിടെ അങ്ങേര് പറയുന്നത് അറിയാമോ? ആരോ മൊബൈലിൽ കൂടെ മാതാവിനെക്കുറിച്ച് കേൾക്കുകയാണ്. കേൾക്കുന്ന സമയത്ത് മുല്ലപ്പൂരെ മണമടിച്ചു. ഞാൻ പറഞ്ഞു, യക്ഷിയുടെ വരവാണ് മുല്ലപ്പൂവിൻ്റെ മണം. ദുഷ്ടാത്മാവെന്ന് പറയുന്ന യക്ഷിയുടെ മണമാണ് മുല്ലപ്പൂവിൻ്റെ മണം. ഏതൊരു മന്ത്രവാദിയുടെ അടുത്ത് ഈ ലോകത്തിൽ നിങ്ങൾ താമസിക്കുന്ന അയൽവശത്തോ ദൂരത്തോ എവിടെയെങ്കിലും ഒരു മന്ത്രവാദി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ചെന്ന് നിങ്ങൾ രഹസ്യമായി കാണുക, അവരുടെ അടുത്ത് ചോദിക്കുക, യക്ഷി വരുന്നതിൻ്റെ അടയാളം എന്തെന്ന്. മുല്ലപ്പൂര മണം അടിച്ചുകൊണ്ട് വരും. പ്രിയമുള്ളവരെ, ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമാണ്. ഇന്ന് ഈ കൃപാസനമെന്ന് വെച്ച് നടത്ത് ഈ മുല്ലപ്പൂവിൻ്റെ മണം അടിച്ചുകൊണ്ട് വന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിശ്വസിച്ചിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയുടെ അനുഭവത്തിലേക്ക് മുല്ലപ്പൂവിൻ്റെ മണം അടിച്ചുകൊണ്ട് വന്നെങ്കിൽ നീ ഇതാ സാത്താൻ അടിമയായി, ദുഷ്ടാത്മാവ് യക്ഷി നിന്നെ അടിമയാക്കി കളഞ്ഞു. യക്ഷിയുടെ പിടിയിലാണ് നീ. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നീ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുന്നിൽ നീ നിന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നീ നിലവിളിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ല എങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഇതാ വലിയ അനർത്ഥങ്ങൾ, വലിയ ദുഃഖങ്ങൾ, വേദനകൾ വരാൻ പോകുന്നു, ഉറപ്പാണ്. യക്ഷി എന്ന് പറയുന്ന ഒരു ആത്മാവ് ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് ഒരു മനുഷ്യനുക്കും നല്ലത് ചെയ്യുന്നതല്ല. നല്ലത് ചെയ്യുന്ന ആത്മാവേ അല്ല. തീർച്ചയായും നിങ്ങളത് മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമാണ് പ്രിയമുള്ളവരെ. നല്ലത് ചെയ്യത്തില്ല. കുറച്ച് ദിവസം അങ്ങനെ കൊണ്ടു നടക്കും, എന്നാൽ അനർത്ഥത്തിലേക്ക് നിങ്ങളെ തള്ളിക്കളയും. ഈ കൃപാസനം വെച്ച് നടത്തുന്ന വ്യക്തി അവൻ പൈശാചികനാണെന്ന് തിരിച്ചറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിത് നിങ്ങളെ കേൾപ്പിക്കാം. പൈശാചികൻ, ആ വ്യക്തിയെപ്പോലെ പൈശാചികൻ ആരുമില്ല. സാത്താൻ്റെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൾ, അവിടെ നടത്തുന്ന ഓരോ കാര്യങ്ങൾ, ഓരോ രോഗത്തിന് ഓരോ ചീട്ടിടുക, ഓരോ രോഗങ്ങൾക്കും. അവൻ ക്യാൻസർ രോഗിയാണോ, അവൻ കുഷ്ഠരോഗിയാണോ, അല്ലെങ്കിൽ വേറൊരു രോഗിയാണോ, ഓരോരുത്തർക്കും പ്രത്യേക കൗണ്ടർ അവർ എടുക്കണം. നമ്മളെ ദൈവത്തിൻ്റെ അടുക്കൽ പോകുവാൻ നമുക്ക് ചീട്ടിടണമോ? നമുക്ക് വേണ്ടി അവൻ പരിശുദ്ധനായിരുന്നിട്ടും
ഭാവികളായ നമുക്ക് വേണ്ടി ജീവനെ ഈ ഭൂമിയിൽ അർപ്പിച്ച ആ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടോ നമ്മൾ ചീട്ടിട്ടുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ പോകണമെന്ന്? രോഗം വന്നാൽ നമ്മൾ ചീട്ടിട്ടുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നു കർത്താവ് പറഞ്ഞോ? എത്രമാത്രം ഒരു ദൈവത്തെ ഈ മനുഷ്യൻ എത്രമാത്രം ഒരു മോശമായ രീതിയിൽ ജനങ്ങളുടെ അടുക്കൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് അറിയാമോ? ഇതാ നിങ്ങൾ കേൾക്കുക. കേട്ടതിന് ശേഷം മുമ്പോട്ട് പോകാം. സ്തോത്രം. ഇറക്കി വിട്ട് കാരണം അവിടെ എന്തോ കരഞ്ഞോ കൂവിയ ഒരു ഭർത്താവും ഭാര്യയും കൂടി ഇവിടെ വന്നിട്ട് അവളിങ്ങനെ ഏന്തി നിൽക്കുകയാണ് എന്നോട് സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ ഇവൾ വന്നപ്പോഴത്തേക്ക് പക്ഷേ എന്തൊരു പിഴയാണല്ലോ പരിപാടി എന്ന് അപ്പോൾ ഉടനെ ഞാൻ ചീട്ടിട്ട് നോക്കിയപ്പോൾ 15 ദിവസം ആയിട്ടുള്ളൂ ഉടമ്പടി എടുത്തിട്ട്. അച്ഛനെ കാണാനുള്ള ചീട്ട് അവളെ അവിടെ നിന്ന് ഒപ്പിച്ച്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ കളി കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് കള്ളക്കണ്ണീരാണെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു നിന്റെ പത്രം തേടി, നിന്റെ പത്രം ഇരിപ്പുണ്ട്, അല്ല വരി വെച്ചിരിക്കണേ, പൂട്ടിയിരിക്കുക, എന്നെ കളാതിരിക്കുക, പൊളിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ പൊക്കി വിട്ട ഭർത്താവിനും ഭാര്യനെ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവൾ ദൈവത്തെ പറ്റിക്കുകയാണ് ശരി ചെയ്യണേ. ഉടമ്പടി എടുത്തപ്പോൾ അവർക്ക് തിഷ്ഠത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട് ആൾക്കാരെ മുടന്തിയായിട്ടുള്ള മക്കൾ പോലും ഉടമ്പടി എടുത്തിട്ട് മുടന്തി കൊണ്ടുപോയി 3 ദിവസത്തിന് 10 എല്ലാം കൊടുത്തിട്ടുള്ള ഉടമ്പടി സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നല്ല ആരോഗ്യമുണ്ട്. പക്ഷേ ഇവളുടെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എനിക്ക് അറിയാവുന്നവർക്ക് കണ്ടു കൊടുക്കണ്ടേ, അറിയാൻ പാടില്ലാത്തവർ കൊടുത്താൽ അവർ വല്ലത് എന്നെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പം നമ്മുടെ വീട്ടിൽ ചോറ് തന്നില്ലെന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിൽ പോയി നക്കാൻ പോയിട്ടില്ല, അതാ വിഷയം. അത് പ്രശ്നമാണ്. നിങ്ങൾക്കൊരു കാര്യം നടന്നില്ലെന്ന് പറയുമ്പോൾ നീ കളം മാറ്റി ചവിട്ടും. ആ ഉടമ്പടി ശരിയായില്ല, എന്നാൽ പിന്നെ അന്തരീക്ഷൻ്റെ അടുത്ത് പോയി വില കൂടിയേക്കാന്ന് പറയും. അവിടെ വെച്ച് നിന്റെ കാര്യം തീരുമാനമാവും. അവിടെ വിഷയം എന്താ കാര്യം? നീ അവൻ പറയണ പോലെ ചെയ്യണേ. അവൻ പറയണ പോലെ ചെയ്യല്ലേ, ചെയ്യാൻ നിനക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? പാട്ടുപാടി നടക്കും. നിത്യസഹായ മാതാവ് ആന കൂന എന്നൊക്കെ പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കും. ആ പാട്ടുപാടിയെ തീരത്തില്ല. ചില കാര്യങ്ങൾ പാട്ടുപാടി തീരത്തില്ല. എന്താ കാര്യം? പറഞ്ഞിരിക്കണത് അവൻ പറയണ പോലെ ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഭൂമിയുടെ അതിർത്തികൾ വരെ സാക്ഷികളായിരിക്കും. അല്ല പ്രാർത്ഥനക്കാരായിരിക്കും എന്നല്ലേ, നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ജീവിതം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കണം. അപ്പൊ ഇതിന്റെ പ്രഥമ നിലപാട്, വിശ്വാസത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിടണം. ഈ കണക്കിന് പോയാൽ പിച്ചച്ചട്ടി എടുക്കേണ്ടി വരുമല്ലോ. ഇപ്പോൾ 2:30 മണി 3:30 മണി 3:15 തന്നെ രോഗികളുടെ പ്രാർത്ഥന തുടങ്ങും. അവർക്ക് ബ്രദർ കൂപ്പൺ നൽകുന്നതായിരിക്കും. എല്ലാം എഡ്വേർഡ് ബ്രദർ അതിൻ്റെ ഏത് കൂപ്പൺ കൗണ്ടറിലാണ് അത് കിട്ടണമെന്ന് എല്ലാം അനൗൺസ് ചെയ്യും. കിഡ്നി രോഗികളെ, ക്യാൻസർ രോഗികളെ, തൈറോയിഡ് കരൾ രോഗികളെ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട രോഗികൾക്കെല്ലാം ഇന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ കഴിവ് പ്രാർത്ഥനയ്ക്കുള്ള ചീട്ട് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം രോഗികളുടെ പ്രാർത്ഥന ഒരു 70-60 ചീട്ട് കാണുമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ നോക്കുന്നത് ഉടമ്പടി 5 പ്രാവശ്യം പുതുക്കിയവർ, പിന്നെ നോക്കുന്നത് ഉടമ്പടി 4 പ്രാവശ്യം പുതുക്കിയവർ, പിന്നെ നോക്കുന്നത് ഉടമ്പടി 3 പ്രാവശ്യം പുതുക്കിയവർ. പക്ഷെ അവരുടെ കയ്യിലെല്ലാം അവർ സാക്ഷ്യം പറഞ്ഞതിൻ്റെ രേഖകൾ കാണേണ്ടതാണ്. ഇപ്പം ചില ആൾക്കാർ പറയും, അച്ഛാ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പറയും. അച്ഛൻ ഞങ്ങളുടെ സാക്ഷ്യം പറഞ്ഞാണ് പത്രത്തിലുണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ പത്രത്തിലുണ്ടായിരുന്നത് നിങ്ങളെ കട്ട് ചെയ്ത് നിങ്ങളുടെ ഉടമ്പടി പൗശല് വെക്കണം. അത് ഉണ്ടായിരുന്നു പറഞ്ഞാലും ഇത് പെട്ടെന്നുള്ള മെസ്സേജാണ്, നിങ്ങളുടെ പറച്ചിലൊന്നുമല്ല. എനിക്ക് എപ്പോഴും ഉടമ്പടി എപ്പോഴും പോണത് കോൺക്രീറ്റ് പ്രൂഫിലാണ് പോണത്. പറച്ചിലൊന്നും വിശ്വാസമില്ല. പറയണ സത്യമായിരിക്കാൻ ഞങ്ങൾക്കത് എടുക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്കത് പരിഗണിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്കെല്ലാം പേപ്പറുണ്ട്, എല്ലാത്തിനും ഒപ്പിട്ട പേപ്പറുണ്ട്, ഡേറ്റ് ഉണ്ട്, ടൈമുണ്ട്. നിങ്ങൾ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ പോലും അമിതമായിട്ട് മേടിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ നോട്ട് ചെയ്യും. കാര്യം അവരത് പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നില്ല. ഇതൊന്നും നേർച്ച വസ്തുക്കളൊന്നും കൊടുക്കാൻ വെച്ചിരിക്കണല്ല. ഇത് ഉള്ള കാര്യം പറയാം. അത് ഉടമ്പടി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ദൈവം ഇടപെടുന്ന സപ്പോർട്ടീവായിട്ടുള്ള സുവിശേഷ വിഹിതവും സഭാപാരമ്പര്യത്തിന് ചേർന്നതായിട്ടുള്ള വെഞ്ചരിച്ച തിരുവസ്തുക്കളാണ്. അതിങ്ങനെ ഇഷ്ടമുള്ള പോലെ മേടിക്കാൻ പറ്റത്തില്ല. അത് വാങ്ങിക്കണമെങ്കിൽ ഉടനെ ഞങ്ങൾ ഡേറ്റ് ഇടും. അവിടെ നിങ്ങളുടെ ഉടമ്പടി പത്രം ഉള്ളവർക്ക് അത് കൊടുക്കത്തുള്ളൂ. ഉടമ്പടി നേർച്ച വസ്തുക്കൾ അല്ലാതെ ഒത്തിരി നേർച്ച വസ്തുക്കളുണ്ട്, അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മേടിക്കാം. അപ്പം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടിയിൽ ഇരിക്കുന്നവർക്കേ ഉള്ളൂ. ഉടമ്പടി ഇരിക്കുന്നവരെ ഞങ്ങൾ ഉടമ്പടി ഉണ്ടോ ഇല്ല എന്നറിയണത് പ്രേക്ഷിത പത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പത്രം മേടിച്ച് പത്രത്തിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രാർത്ഥന കൂടിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ഉടമ്പടിയിലുള്ളവരാണെങ്കിൽ സ്വാഭാവികമായിട്ട്
കേട്ടല്ലോ പ്രിയ സഹോദരങ്ങളെ, ഓരോന്നിനും അവൻ ചീട്ടിട്ട് ദൈവത്തെ കാണണം. ഏത് രൂപത്തിലാണ്, എന്താണ് ഇതിൽ നിങ്ങളുടെ വിശ്വാസം? എങ്ങനെയാണ് നിങ്ങൾ ഈ സാത്താൻ്റെ ഇവന് അടിമയായിപ്പോയി? എങ്ങനെ നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു? ഇതിൽ കൂടെ വരുന്നത് ദുഷ്ടാത്മാവാണ്, യക്ഷിയാണെന്ന് ഇതാ അവൻ തന്നെ അവൻ്റെ വായിൽ കൂടെ തന്നെ അവൻ പറഞ്ഞിരിക്കുകയാണ്. മുല്ലപ്പൂര മണടിച്ചുകൊണ്ട് വന്നെന്ന്. എത്ര വലിയ മ്ലേച്ഛതയ്ക്കാണ് ജനത്തെ അടിമപ്പെടുത്തിയിരിക്കുന്നു. അവിടെ വച്ചിരിക്കുന്നത് കർത്താവിൻ്റെ രൂപമുണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അവൻ തൊഴുന്നു. മാതാവിൻ്റെ രൂപമെന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, ആ മറിയയുടെ രൂപമെന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിൻ്റെ മുകളിൽ അവൻ തൊഴുതു ചുംബിക്കുന്നു. ജനങ്ങൾ തിരികൊളുത്തുന്നു, എണ്ണ ഒഴിച്ച് അവിടെ തിരികത്തിക്കുന്നു. ഇതെല്ലാം ബൈബിളിൽ തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞതാണോ? സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ യാതൊരു വിഗ്രഹത്തെ നീ ഉണ്ടാക്കരുത്, സേവിക്കരുത്, നമസ്കരിക്കരുത് എന്ന് വരെ കർത്താവ് വ്യക്തമായി അവിടെ പറഞ്ഞിരിക്കുമ്പോൾ അതെല്ലാം നീ മറന്നുകൊണ്ട് ഈ പേട്ട് മനുഷ്യൻ പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ എന്തിനാണ് അവൻ്റെ മുന്നിൽ ചെന്ന് സാത്താൻ അടിമയായി പോകുന്നത്, സാത്താൻ്റെ മുന്നിൽ നിങ്ങളെ തലയെ വണക്കുന്നത്? പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്തിന് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നു? എന്ത് നന്മയാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, അവിടെ പോയത് കൊണ്ടാണ് എനിക്ക് ഇന്നത് കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരുന്നത് തന്നെ കിട്ടി, അല്ലാതെ അവിടെ പോയത് കൊണ്ടല്ല. അതൊന്നും ശാശ്വതമേ അല്ല. അവൻ ജനങ്ങളെ പറ്റിക്കുകയാണ്. ജനങ്ങളുടെ കയ്യിൽ നിന്നുള്ള പൈസകളെ പിടുങ്ങുവാൻ തക്കവണ്ണം ഉപ്പെന്നും എണ്ണയെന്നും പറഞ്ഞുകൊണ്ട് അമ്മേരെ ഉപ്പ്, അമ്മേരെ എണ്ണ, അമ്മേരെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഓരോരോ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ അടുത്ത് പറഞ്ഞ് പറ്റിച്ച് അവരുടെ പണങ്ങളെ പിടുങ്ങാൻ വേണ്ടി അവൻ വച്ചിരിക്കുന്നതാണെന്ന് വ്യക്തമായി അവിടെ പറയുന്നു. അവൻ തന്നെ പറയാണ്, ഇങ്ങനെയാണെങ്കിൽ ഞാൻ പിച്ചച്ചട്ടി എടുക്കേണ്ടി വരുമല്ലോ എന്ന്. ഇത്രമാത്രം അതപ്പതിച്ച സാത്താൻ്റെ സ്വഭാവമുള്ള, സാത്താൻ്റെ പിടിയിൽ കിടക്കുന്ന ആ മനുഷ്യന് വേണ്ടി നിങ്ങളെ എന്തിനു കൊണ്ട് അടിയറ വയ്ക്കുന്നു? എന്തിന് നിങ്ങളെ അടിയറ വയ്ക്കുന്നു? പ്രിയമുള്ളവരെ, കുറച്ചെങ്കിലും ചിന്തിച്ച് നോക്കുക. പറ്റിക്കപ്പെടുന്ന ആൾക്കാർ ഈ ലോകത്തിൽ ഉണ്ടെങ്കിലേ മനുഷ്യൻ പറ്റിക്കത്തുള്ളൂ. ഇവനൊക്കെ ഈ ഭൂമിയിൽ നിന്ന് മാത്രമല്ല, ഇവനൊക്കെ വരാൻ പോകുന്ന ശിക്ഷ ഭയങ്കരമാണ്. ഇവനെ രക്ഷപ്പെടൂല പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഇവൻ രക്ഷപ്പെടൂല. കാരണം ഒരുപാട് ജനങ്ങളെ ഇവൻ വഞ്ചിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഒരുപാട് പേരെ വഞ്ചിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവൻ്റെ വാ കൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ്, അതായത് പറയിക്കുന്ന ഒരു ശബ്ദമാണത്. എന്തെന്നറിയാമോ? അമ്മയുടെ സുഗന്ധം, മുല്ലപ്പൂര സുഗന്ധം ഇങ്ങനെ വന്ന് പലരും സാക്ഷി പറഞ്ഞുവെന്ന് അവൻ്റെ വാ കൊണ്ട് തന്നെ അത് പറയിച്ചുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എത്രമാത്രം ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് നാം ചിന്തിച്ചു നോക്കേണ്ടത് ആവശ്യമാണ്. അവൻ വിചാരിച്ചത് എന്തെന്നറിയാമോ? ഇങ്ങനെ പറഞ്ഞാൽ ലോകത്തിൽ ജനം കൂടുതലായിട്ട് അവൻ്റെ മുന്നിൽ വന്ന് മുട്ടുമടക്കും, തലകുനിക്കുമെന്ന്. എന്നാൽ അവനതറിയില്ല. ഈ മുല്ലപ്പൂര മണടിച്ചു കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ല, ഒരമ്മയുടെ ആത്മാവല്ല, അമ്മയുടെ പേരിൽ വന്നിരിക്കുന്ന ദുഷ്ടാത്മാവിൻ്റെ ആത്മാവാണ്, യക്ഷിയുടെ ആത്മാവാണെന്ന് അവനത് തിരിച്ചറിയില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, അത് യക്ഷിയുടെ ആത്മാവാണ്. യക്ഷി. ഏതൊരു വ്യക്തി ഇത് കാണുന്നുവോ, ഈ അനുഭവം ഉണ്ടായോ, നീ എത്രയും വേഗം കർത്താവിൻ്റെ പാദപീഠത്തിൽ മുട്ടുമടക്ക്. ഇല്ല എങ്കിൽ ജീവിതത്തിൽ നിന്നെപ്പോലെ ദുഃഖിക്കേണ്ടി വരുന്ന ആരും കാണില്ല. പ്രിയമുള്ളവരെ, നിന്നെപ്പോലെ ദുഃഖിക്കേണ്ടി വരുന്ന ആരും കാണില്ല. നിനക്ക് ഈ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ ഇതാ നിന്റെ ജീവിതത്തിൽ വലിയ കഷ്ടങ്ങളും ദുഃഖങ്ങളും വേദനകളും വരാൻ പോകുന്നു. വലിയ ദുഃഖങ്ങളും കഷ്ടങ്ങളും വേദനകളും വരാൻ പോകുന്നു. കാരണം എനിക്ക് എൻ്റെ അനുഭവമുണ്ട്. എൻ്റെ അപ്പച്ചി എനിക്കത് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നത്, എത്രയും വേഗം അതിൽ നിന്ന് രക്ഷപ്പെട്ടോളുക. യക്ഷിയുടെ പിടിയിലാണ് നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത്. യക്ഷിയുടെ പിടിയിൽ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാദത്തിൽ മുട്ടുമടക്കിക്കൊള്ളുക. ദൈവത്തോട് ക്ഷമ ചോദിക്കുക, പ്രാർത്ഥിക്കുക. അവൻ ക്ഷമിക്കും. അവൻ ക്ഷമിക്കുന്നവനാണ്.
പാപമില്ലാത്തവൻ പരിശുദ്ധനായ ദൈവം പാപികൾക്ക് വേണ്ടി വന്നവനാണ്. ആ പാപമില്ലാത്ത ആ രക്തം നമുക്ക് വേണ്ടി ഈ ഭൂമിയിലുണ്ട്. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ പാവങ്ങളെ പോക്കി വിശുദ്ധീകരിക്കും. അവൻ്റെ പാദത്തിൽ മുട്ടുമടക്കിക്കൊള്ളുവിൻ, അവനോട് ക്ഷമ യാചിച്ചുകൊണ്ട് ഇതിൽ നിന്നെല്ലാം വിട്ടൊഴിഞ്ഞു പോകുവിൻ. സ്തോത്രം, സ്തോത്രം. പ്രിയമുള്ള സഹോദരങ്ങളെ, രക്ഷപ്പെട്ടുകൊള്ളുക, നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളുക. പൈശാചിൻ്റെ പിടിയിലാണ് നിങ്ങൾ അടിമപ്പെടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഒരമ്മയും നമ്മളെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ഇല്ല സഹോദരങ്ങളെ, ഇല്ല. അത് അമ്മയുടെ മറിയ അമ്മ, യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയയുടെ ആത്മാവല്ല. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളണം, പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളണം. ഈ ഭൂമിയിൽ അങ്ങനെയുള്ള ഒരു ആത്മാവ് വന്നുവെങ്കിൽ, ഈ സഭയിൽ വന്നുവെങ്കിൽ, അത് തന്ത്രപൂർവം അന്ന് ജനം അങ്ങനെയുള്ള വിശ്വാസത്തിൽ കഴിഞ്ഞു. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ആ വിശ്വാസത്തിൽ കൂടെ വന്നതാണ് ഈ സഭയിൽ. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോസ്തല പ്രവൃത്തി നോക്കുക. അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു തിരുവചന ഭാഗം അപ്പോസ്തലനായ പൗലോസ് ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഇവർ സഞ്ചരിച്ചു പോകുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ അത് വ്യക്തമായി അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. സ്തോത്രം. 19-ാമത്തെ അധ്യായം ഇതാ നോക്കുക. 19:23. സ്തോത്രം. ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി. ഈ വചനം നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ഇത് കേൾക്കുന്നത് ചിലപ്പോൾ യാത്രയിലായിരിക്കാം, ചിലപ്പോൾ വേറൊരു സ്ഥലത്തിലായിരിക്കാം, കയ്യിൽ വേദപുസ്തകം കാണില്ല. എന്നാൽ ഭവനത്തിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ ഭവനത്തിലിരുന്ന് നിങ്ങൾ ഈ വചനം വായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 19-ാമത്തെ അധ്യായത്തിലാണ്. ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി. വെള്ളി കൊണ്ട് അർത്തമീസ് ദേവിയുടെ ക്ഷേത്രരൂപങ്ങളെ തീർക്കുന്ന ദെമേത്രിയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു. അവൻ അവരെയും ആ വകയിൽ ഉൾപ്പെട്ടവരെയും കൂട്ടിവരുത്തി, പുരുഷന്മാരെ, നമ്മുടെ സാമ്പത്യം ഈ തൊഴിൽ കൊണ്ട് ആകുന്നു എന്ന് നിങ്ങൾ ബോധ്യമായല്ലോ. എന്നാൽ ഈ പൗലോസ് എന്നവൻ കയ്യാൽ തീർത്തത് ദേവന്മാർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫെസോസിൽ മാത്രമല്ല മിക്കവാറും ആസിയയിൽ ഒക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ചു മറിച്ചു കളഞ്ഞു എന്ന് നിങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നുവല്ലോ. അപ്പോസ്തല പൗലോസ് സുവിശേഷം പറഞ്ഞുകൊണ്ട് നടന്ന സമയത്ത് ഈ ഒരു ദേവിയുടെ രൂപമുണ്ടാക്കി ലോകത്തിൽ ഒരുപാട് പേർക്ക് തൊഴിൽ ഉണ്ടായിരുന്നു. ഒരുപാട് വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു മേഖലയാണ് ഈ ദേവിയുടെ രൂപമുണ്ടാക്കുക എന്നുള്ളത്. ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ഇന്ന് മാതാവെന്ന് പറഞ്ഞുകൊണ്ട് മാതാവിൻ്റെ രൂപം ഉണ്ടാക്കുന്ന ഒരു സമൂഹം തന്നെ ഉണ്ട്. അവരുടെ ജോലി അത് തന്നെ, അത് ഉണ്ടാക്കുക, അതിൽ കൂടെ സമ്പാദിക്കുക, അതിൽ കൂടെ പണം സമ്പാദിക്കുക. നിങ്ങൾക്കറിയാമോ ഇതിൻ്റെ പുറകിൽ കൂടെ എന്തെല്ലാം നടക്കുന്നുവെന്ന്? ഈ കല്ലമാല ഉണ്ടാക്കുന്നത്, ഈ പൈശാചികമായ ജപമാല എന്ന് പറയുന്നത് ഇത് ആഭിചാരമാണെന്ന് ഞാൻ പല പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം ഇതിൽ കൂടെ വിളിക്കുന്നതെല്ലാം ദുഷ്ട ആത്മാവാണ്. മരിച്ചുപോയവരെ വിളിക്കുന്നത്. ഈ ഭൂമിയിൽ മരിച്ചുപോയ ആരും നമ്മളുടെ അടുക്കലില്ല. ഇപ്പോൾ ഞാൻ ഒരാളെ വിളിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് കാണണം ആൾ. ഒരു ആത്മാവ് എൻ്റെ അടുത്തുണ്ടെങ്കിൽ അത് എന്നെ സഹായിക്കാൻ വരൂ. മൈക്ക് വെച്ച് എത്ര വിളിച്ചാലും എത്ര ദൂരം കേൾക്കും. അപ്പോൾ ഞാൻ ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ ആ വ്യക്തി എൻ്റെ അടുത്തുണ്ടായിരിക്കണം, ആ വ്യക്തി കേൾക്കണം. ഇവിടെ നിന്ന് പറയുന്നത് ആ വ്യക്തി കേൾക്കണം. അപ്പോൾ കേൾക്കാത്ത ഒരു വ്യക്തി, ആ വ്യക്തിയുടെ അടുത്ത് നമ്മൾ ജപിക്കുന്നത്, മന്ത്രിക്കുന്നത് എത്ര വലിയ പൊട്ടത്തനമാണ്, എത്ര വലിയ പൊട്ടത്തനമാണ്. എന്നാൽ നമ്മളെ കർത്താവിൻ്റെ ആത്മാവ് കൂടെ ഉണ്ട്, എപ്പോഴും അടുത്തുണ്ട്, കൂടെ ഉണ്ട്. പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് എവിടെ നിന്ന് വിളിച്ചാലും വിളി കേൾക്കാൻ എപ്പോഴും കൂടെ ഉണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ ഒരു ആത്മാവ് നമ്മുടെ അടുക്കലില്ല.
മറ്റുള്ള ആത്മാവുണ്ട്. ദുഷ്ടാത്മാവ്, സാത്താൻ്റെ ആത്മാവ്, ഈ പൈശാചിക ആത്മാവ്, ഞാൻ പറഞ്ഞില്ലയോ, യക്ഷി, ഇങ്ങനെ ഓരോ പേര് പറയുന്ന ദേവി, ഇങ്ങനെയുള്ള ആത്മാവ് ഈ ഭൂമിയിൽ ഉണ്ട്. ഈ വിളിക്കുന്ന സമയത്ത്, ഓരോരുടെ പേര് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് അവരാണ് വരുന്നത്. ആ ആത്മാവ് വരും. ആ ആത്മാവാണ് നിന്നിലേക്ക് വരണത്. ആ ആത്മാവിൻ്റെ ഭക്തി കൂടുമ്പോഴാണ് നീ ദർശനങ്ങൾ ആ ആത്മാവിൽ കാണുന്നത്, വെളിച്ചപ്പാട് കാണുന്നത്. വെളിച്ചപ്പാടിൻ്റെ ആത്മാവാണത്. വെളിച്ചപ്പാട് ബിലയാമിൻ്റെ ആത്മാവാണ്. ബിലയാമിൻ്റെ ഉപദേശത്തിൽ കൂടെ വന്നതാണ്. ബിലയാമാണ് അതിൻ്റെ ഗുരു. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്, കേൾക്കുന്നില്ല ജനം. വീണ്ടും വീണ്ടും അവർക്ക് സംശയമാണ്. പ്രിയമുള്ളവരെ, ഇതാ ഇവിടെ ഇന്നിതാ കൃപാസനമെന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അവിടെ മാതാവിൻ്റെ രൂപം, അതിന് ഉണ്ടാക്കാൻ ഒരു കൂട്ടം ജനം. അവർക്ക് എത്രമാത്രം വരുമാനം. മാല, ജപമാല എന്ന് പറഞ്ഞുകൊണ്ട് ഇതുണ്ടാക്കുന്നതിന് എത്ര വരുമാനം. ഉപ്പ് കച്ചവടം, എണ്ണ കച്ചവടം, എന്തെല്ലാം ബിസിനസ്സാണ് അതിൻ്റെ പുറകെ ചെയ്യുന്നത്. ഇതെല്ലാം പൈശാചികമാണെന്ന് തിരിച്ചറിയാൻ ജനത്തിന് കഴിയുന്നില്ല. എത്ര വലിയ പഠിപ്പുള്ളവരായിരുന്നാലും ശരി, ഇവർക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പിശാച് അത്രമാത്രം ഇവരുടെ ചിന്തകളെ ബന്ധിച്ചിരിക്കുന്നു, ഇവിടെ മനസ്സിനെ ബന്ധിച്ചിരിക്കുന്നു. ഇവർക്ക് നല്ലത് ഗ്രഹിക്കാൻ പറ്റാത്ത രീതിയിൽ അത്ര ബന്ധിച്ചിരിക്കുകയാണ്. പൈശാചായവൻ അത്രമാത്രം തന്ത്രപൂർവം അവരെ ബന്ധിച്ചിരിക്കുകയാണ്. വലിയ പഠിപ്പറിവുള്ളവരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയമുള്ളവരെ. എത്ര നീ പഠിപ്പറിവുള്ളവളായിരുന്നാലും, എത്ര നീ പഠിപ്പറിവുള്ളവനായിരുന്നാലും, നിനക്ക് ഈ വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരികയാണ്, ഇതെല്ലാം തെറ്റാണ്. അതിൽ കൂടെ ഒരാത്മാവും പ്രവർത്തിക്കുന്നില്ല. അമ്മ എന്ന് നിനക്ക് ബഹുമാനമുണ്ട്, അമ്മ എന്ന് എനിക്കും ബഹുമാനമുണ്ട്, അമ്മ എന്ന് എല്ലാവർക്കും ബഹുമാനമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അമ്മ ബഹുമാനിക്കേണ്ടവളാണ്. എന്നാൽ അമ്മയുടെ ആത്മാവ് ഈ ഭൂമിയിൽ ഇല്ല. എത്ര പറഞ്ഞാലും മതിയാവില്ല. അമ്മയുടെ ആത്മാവ് ഈ ഭൂമിയിൽ ഇല്ല. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തിൽ ഇല്ല. കാരണം അമ്മയുടെ ആത്മാവ് പെക്കഴിഞ്ഞു. അവർ ഇവിടെ നിന്ന് പെക്കഴിഞ്ഞു. അവർ ഭൂമിയിൽ ഇല്ല. വീണ്ടും വീണ്ടും പറയാണ്, ആ ആത്മാവ് ഈ ഭൂമിയിൽ ഇല്ല, ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആ ആത്മാവിനെ വിളിക്കുമ്പോൾ വരുന്നത് ദുഷ്ടാത്മാവാണ്, യക്ഷിയുടെ ആത്മാവാണ്. അതാണ് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും ദുരിതങ്ങളും മാറാത്തത്. ചിലപ്പോൾ കുറച്ച് സാമ്പത്തികമായുള്ള നേട്ടങ്ങൾ വന്നേക്കാം, സാമ്പത്തികമായ നേട്ടം. എന്നാൽ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും കഷ്ടവും ദുഃഖവും മാറത്തില്ല. ദീർഘായുസ് കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ചുരുക്കം പേരേ ഉള്ളൂ ദീർഘായുസ് കൊണ്ട് ജീവിക്കുന്നവർ. കാരണം അത്രമാത്രം കഷ്ടതയിൽ കൂടെയാണ് ജനങ്ങൾ കടന്നു പോകുന്നത്. കാരണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വിടുതൽ ഇവർക്കില്ല. ഉറപ്പായി ഞാൻ പറയാണ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വിടുതൽ ഇവർക്കില്ല. കാരണം ദുഷ്ടാത്മാവിനെ വിളിച്ച് ദുരാത്മാവിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദുരാത്മാവ് വന്നു കഴിഞ്ഞാലോ, ഒരു യക്ഷി വന്നു കഴിഞ്ഞാലോ, എന്തെങ്കിലും നിൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം നാശമായി. നീ ഒരിക്കലും ദൈവത്തിൽ നിന്ന് കിട്ടേണ്ട ഒരു സന്തോഷവും സമാധാനവും നിനക്ക് ലഭിക്കത്തില്ല. പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് ഇത് പറയുകയാണ്. അവിടെ തുടങ്ങിയിരിക്കുന്നത് മഹാപൈശാചികമാണ്, സാത്താൻ്റെ പ്രവൃത്തിയാണ്. വലിയ തന്ത്രപൂർവ്വം ജനങ്ങളുടെ പണങ്ങളെ പിടുങ്ങാൻ വേണ്ടി അവർ വച്ചിരിക്കുന്ന ഒരു കോട്ടയാണ്, സാത്താൻ്റെ കോട്ടയാണ്. അതിലൊന്നും പോയി നിങ്ങൾ അകപ്പെട്ടു പോകരുതേ പ്രിയ സഹോദരങ്ങളെ, അകപ്പെട്ടു പോകരുതേ. നിങ്ങളുടെ അമ്മയ്ക്ക് ബഹുമാനം കൊടുക്കുവിൻ, അതിൽ ഒരു സംശയമില്ല. അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അമ്മ ഇവിടെ കേൾക്കാൻ വരത്തില്ല. വീണ്ടും വീണ്ടും പറയുകയാണ്, വരത്തില്ല. ഇത് ആഭിചാരമാണ്. മരിച്ചവരോടും മൗനത്തിലായവരോടും പ്രാർത്ഥിക്കുന്നത് ആഭിചാരമാണ്. വീണ്ടും വീണ്ടും പറയുകയാണ്, ആഭിചാരം ചെയ്ത ഒരു വ്യക്തിയുടെ പേരക്കുട്ടിയാണ്. ആഭിചാരം പഠിച്ചവനുമാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ധൈര്യത്തോട് നിങ്ങളോട് പറയുകയാണ്, ആഭിചാരം പഠിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് പറയുകയാണ്, എത്രയും വേഗം അതിൽ നിന്ന് നിങ്ങൾ വിട്ടൊഴിഞ്ഞു പോകുവിൻ. സ്തോത്രം. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്യും. ഇവിടെ കണ്ടോ, ഈ ദേവി ഇങ്ങനെ ഈ അപ്പോസ്തല പ്രവൃത്തി ഇത് എഴുതുന്ന സമയമെന്ന് പറയുന്നത് AD അങ്ങ് 80-90 ആ കാലഘട്ടമാണ്. അതിനു മുമ്പേ 80-90 അതിനു മുമ്പേ ഉള്ള കാലഘട്ടത്തിലാണ് ഇതൊക്കെ എഴുതുന്നത്. ആ സമയം തൊട്ടേ ഇങ്ങനെയുള്ള ദുഷ്ടാത്മാവ് ഈ ഭൂമിയിലുണ്ട്. ആകാശ സൈന്യങ്ങളെ ആരാധിക്കുന്നവർ, ആകാശ ദേവി എന്ന് പറഞ്ഞ് ആരാധിക്കുന്നവർ,
യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ അതിൽ നിന്നെല്ലാം വിട്ടൊഴിഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുക. കർത്താവ് എത്ര സ്ഥലങ്ങളിലാണ് വിഗ്രഹത്തിനെ കുറിച്ച് പറയുന്നതെന്ന് അറിയാമോ? എത്ര സ്ഥലത്തിൽ. വിഗ്രഹത്തിൻ്റെ മുന്നിൽ നീ മുട്ടുമടക്കരുത്, വിഗ്രഹത്തെ നീ സേവിക്കരുത്. എന്നാൽ നീ ചെയ്യുന്നത് എന്താണെന്ന്, നീ ഇന്ന് ചെയ്യുന്നത് എന്താണ്? നിനക്ക് പറയാൻ പറ്റും. വീട്ടിൽ നിൻ്റെ അമ്മേരെ ഫോട്ടോയില്ലേ, അപ്പൻ്റെ ഫോട്ടോയില്ലേ? നീ അപ്പൻ്റെ ഫോട്ടോ വെച്ചാലും കുഴപ്പമില്ല, അമ്മേരെ ഫോട്ടോ വെച്ചാലും കുഴപ്പമില്ല. പ്രിയമുള്ളവരെ, നീ ഒരു വിഗ്രഹത്തിൻ്റെ മുന്നിൽ തിരികൊളുത്തുമ്പോഴും ധൂപം കാണിക്കുമ്പോഴും അതിനെ തൊട്ട് ചുംബിക്കുമ്പോഴുമാണ് നീ വിഗ്രഹാരാധിയായി തീരുന്നത്, നീ പാപം ചെയ്യുന്നത്. വിഗ്രഹ ആരാധിയായി തീരുന്നത് അപ്പോഴാണ്. അന്ന് അവയോട് സാത്താൻ ചോദിച്ച ഒരു ചോദ്യമാണ്, കർത്താവ് ഈ കനി ഭക്ഷിക്കരുതെന്ന് പറഞ്ഞോ? എന്നാൽ ഔവ പറഞ്ഞ ഒരു വാക്കാണ്, അവൻ തുടരുത്, ഭക്ഷിക്കരുതെന്ന്. തുടരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലുള്ള യാതൊന്നിനെയും തുടരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. അത് നീ ഭക്ഷിക്കുമ്പോഴാണ് അത് നിനക്ക് പാപം. അത് ഭക്ഷിക്കുമ്പോഴാണ് അത് പാപം. അതുപോലെ ഈ ലോകത്തിൽ ഈ രൂപം ഉണ്ടാക്കരുതെന്ന് കർത്താവ് വിലക്കിയതാണ്. അത് ഏറ്റവും പ്രധാനമായിട്ട് കൽപ്പനയിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നതുമാണ്. ഇതിപ്പോൾ ഉണ്ടാക്കുക മാത്രമല്ല, അതിനെ സേവിക്കുകയും ചെയ്യുന്നു, അതിനെ നമസ്കരിക്കുകയും ചെയ്യുന്നു, അതിനെ ചുംബിക്കുകയും ചെയ്യുന്നു, അതിൻ്റെ മുമ്പിൽ തിരികൊളുത്തുകയും ചെയ്യുന്നു. എന്തെല്ലാം കാണിക്കുന്നു, എന്തെല്ലാം. നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി കൊണ്ട് ദൈവം പ്രസാദിക്കുന്നതാണോ? ഒരിക്കലുമല്ല പ്രിയമുള്ളവരെ, ഒരിക്കലുമല്ല. പാതാളത്തിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് നടക്കുകയാണ്. പാതാളത്തിലേക്ക്, രണ്ടാമത്തെ മരണത്തിലേക്ക് പോകുവാൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് നടക്കുകയാണ്. വിട്ടൊഴിഞ്ഞു പോകുവിൻ, മാനസാന്തരപ്പെടുവിൻ. പ്രിയമുള്ളവരെ, മാനസാന്തരപ്പെടുവിൻ, വിട്ടൊഴിഞ്ഞു പോകുവിൻ. ദൈവം ഒരു നാളും ഇതൊന്നും ആഗ്രഹിക്കുന്നതല്ല. നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധ ജനമാണ്, വിശുദ്ധ ജനം. ആ വിശുദ്ധ ജനം ഇങ്ങനെ ഒന്നും ഉള്ള മ്ലേച്ഛതയിൽ പോയി കുടുങ്ങി ഒരിക്കലും നാം അശുദ്ധമായി പോകരുത്. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. പ്രിയമുള്ളവരെ, ഒരിക്കലും അത് നിരസിച്ച് കളയല്ലേ. ഈ പേട്ട് മനുഷ്യന്മാർ, ഇവരെ ഒന്നും നിങ്ങൾ പൊതുവേ ഇവർ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവരല്ല. അതുകൊണ്ട് ഇവരെ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഇവരെ ബഹുമാനിക്കേണ്ടതുമില്ല, ഇവരെ ബഹുമാനിക്കേണ്ട ആവശ്യവുമില്ല. കാരണം ഇവർ ദൈവജനത്തെ വഞ്ചിക്കുന്നവരാണ്, ദൈവജനത്തെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നവരാണ്, ദൈവജനത്തെ തെറ്റായി ഉപദേശിക്കുന്നവരാണ്. ഇവർ തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം അവർ ചിന്തിച്ചു കൊണ്ട് നടക്കുന്നവരാണ്. പൈശാചിൻ്റെ അതേ രൂപത്തിൽ നടക്കുന്നവരാണ്. പൈശാചാണ് ഇവരെ കൊണ്ട് നടക്കുന്നത്. സാത്താൻ്റെ ആത്മാവാണ്. ഇവർ ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കുന്നു, ശരി തന്നെ. ദൈവത്തിൻ്റെ കൽപ്പനകൾ, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണമെന്നൊക്കെ ഇവർ പറയുന്നു, വാഗൊണ്ട് പറയുന്നു. പക്ഷെ അവർ ചെയ്യുന്നില്ല. അവർ പറയുന്നു ദൈവത്തിൻ്റെ കൽപ്പനയാണ് പ്രധാനം. അപ്പോൾ ഇവിടെ മറിയെ വിളിക്കുന്നതും ദൈവമെന്നാണ് അവർ പറയുന്നത്. അന്യ ദൈവം നിനക്കുണ്ടാകരുതേ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്തിൽ ഞാൻ വ്യക്തമായത് പറഞ്ഞിരിക്കുകയാണ്. കർത്താവ് സ്ത്രീയെ എന്നാണ് എല്ലാ സ്ഥലത്തിലും മറിയെ വിളിച്ചിരിക്കുന്നത്, സ്ത്രീയെ എന്ന്. എന്തുകൊണ്ട് കർത്താവ് അത് ചെയ്തു? പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു. എന്തിന്? ഇതൊക്കെ നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് പ്രിയമുള്ളവരെ. അല്ല, ഞാൻ അവിടെ പോയി അമ്മയെ വിളിച്ച് അമ്മ വന്ന് നിങ്ങൾക്ക് വല്ലതും ചെയ്തു തന്നു നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അത് അമ്മ മറിയയല്ല, അമ്മയുടെ പേരിൽ വന്ന യക്ഷി എന്ന ആത്മാവാണ്. അമ്മയുടെ പേരിൽ വന്ന യക്ഷി എന്ന ആത്മാവാണെന്ന് ഞാൻ തീർത്തും പറയണത് നിങ്ങളുടെ അടുത്ത്. കാരണം പുരോഹിതൻ്റെ വായിൽ കൂടെ തന്നെ വന്നു മുല്ലപ്പൂര മണം വന്നെന്ന്. അവൻ്റെ വായിൽ കൂടെ തന്നെ വന്ന് അവൻ എത്ര പൈശാചികനാണെന്ന് ഈ വീഡിയോ ക്ലിപ്പുകൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണാം. എത്ര വലിയ പൈശാചികനാണവൻ. അവൻ്റെ കൃപാസനത്തിൽ വന്ന ഒരു സ്ത്രീയെ പെള എന്ന് വരെ അവൻ പറഞ്ഞിരിക്കുന്നു. പെള, ആ സ്ത്രീയെ പിളച്ചവളെന്ന് വരെ പറഞ്ഞവൻ. എത്ര വലിയ
ഇവനൊക്കെ എന്ത് ചെയ്താൽ കൊള്ളാം പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ ആത്മാവിന് എത്ര ദിവസം ഇവനെ ഇങ്ങനെ നീട്ടിവിടുമെന്ന് അറിയില്ല. ദൈവത്തിൻ്റെ ദൂതൻ ഇവൻ്റെ ഇങ്ങനെ നിൽക്കുകയാണ്, ഇവൻ്റെ പോക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവൻ വിചാരിക്കുന്നു ഞാൻ ചെയ്തതൊക്കെ ശരിയാണ്, ദൈവം എന്നെ അങ്ങ് വിട്ടിരിക്കുകയാണെന്ന്. ദൈവത്തിൻ്റെ ദൂതൻ നിൽക്കുകയാണ്, ദൈവത്തിൻ്റെ ദൂതൻ നിൽക്കുകയാണ് അവൻ്റെ ആ സമയം നോക്കിക്കൊണ്ട്. ആ സമയം വരെ അവൻ ഈ തുള്ളൽ തുള്ളും, ആ സമയം വരെ ഈ ജനങ്ങളെ ഇവൻ പറ്റിക്കും, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരും. അതുമാത്രമല്ല, പാതാളത്തിലേക്ക് അവനെ ന്യായവിധി പോലും ഇല്ലാതെ പാതാളത്തിലേക്ക് കൊണ്ടു തള്ളും. അവനെ മാത്രമല്ല, അതേപോലെ നടക്കുന്ന എല്ലാവനെയും ഉറപ്പായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഉറപ്പായി പറയുന്നു. സ്തോത്രം. ആരുമായിട്ടുള്ള വിരോധമില്ല. കർത്താവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ. എനിക്കാരും ഒന്നും കൊണ്ടു തരണ്ട, ഇവിടെ എനിക്കാരും ഒന്നും കൊണ്ടു തരണ്ട പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവിലാണ് ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നത്. മനുഷ്യനെ വഴിതെറ്റിക്കുന്ന സാത്താനാണ് അവൻ. അതുപോലെ അവൻ്റെ വിശ്വാസത്തിൽ കഴിയുന്ന ഞാൻ നിങ്ങളോട് പറയുന്നു, അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുട്ടുമടക്കുന്നത് ഒരമ്മയുടെ മുമ്പിലുമില്ല, യക്ഷിയുടെ മുമ്പിലാണ്. യക്ഷിയാണ് അവിടെ നിൽക്കുന്നത്. യക്ഷി, ദുഷ്ടാത്മാവ്. ഇന്ന് പലരും കാളി, ഭദ്രകാളി എന്നൊക്കെ പറയുന്നില്ലേ, അതേ ആത്മാവ് തന്നെ യക്ഷി. അതേ ആത്മാവിൻ്റെ മുമ്പിലാണ് ഈ സ്ത്രീ ഇവിടെ വേഷത്തിൽ വന്ന് നിൽക്കുന്നത്, സഭയിൽ വന്നത്. അപ്പോസ്തലനായ പൗലോസ് ഇതാ പറഞ്ഞിരിക്കുന്ന ഈ ദേവി ഇത് തന്നെയാണ് ആ കാലത്തിൽ കുറേച്ച ആത്മാവ് സഭയിലേക്ക് നുളഞ്ഞത്. നോക്കിയപ്പോൾ ഇവിടെ ഒരു സ്ഥലം കാലിയുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനം. അപ്പോൾ ഈ ആത്മാവ് ചിന്തിച്ചു, ഇവിടെ ഒരു പോസ്റ്റ് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഏത് പോസ്റ്റാണ്? മറിയയുടെ പോസ്റ്റ്. മറിയയുടെ ഒരു പോസ്റ്റ് ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പോൾ വളരെ തന്ത്രപൂർവം ഈ ആത്മാവ് അവിടെ പ്രവേശിച്ചു. മറിയയുടെ പേരിൽ ഈ ദുഷ്ടാത്മാവ്, ഈ യക്ഷി എന്ന് പറയുന്ന ആത്മാവ് മറിയയുടെ പേരിൽ സഭയിൽ പ്രവേശിച്ചു. ഇന്നതാ ജനമെല്ലാം അതിന് അടിമയായി. അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ഇഷ്ടം. അതിനാണ് എന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം എനിക്കിതെല്ലാം പറഞ്ഞു തന്ന് എന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളോട് അറിയിച്ചിരിക്കുന്നു. ഇതാ ഇവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ചത്തുപോയാലും ഇതങ്ങ് കടക്കും. ഏതെങ്കിലും ഒരു വ്യക്തി അത് കണ്ട് മാനസാന്തരപ്പെടുമെങ്കിൽ അവൻ രക്ഷപ്പെടും. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇത്രത്തോളം വളരെ ശക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്കത് ഉപദേശിച്ചു തരികയാണ്. നിങ്ങൾക്ക് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ കേൾക്കുക, ഇല്ലെങ്കിൽ അങ്ങ് വിട്ടുകളയുക. നിങ്ങൾ പോകുന്ന ആ മാർഗത്തിൽ പോകുക. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊള്ളുക. അവസാനം രണ്ടാം മരണത്തിലേക്ക് ഒരു തടസ്സവുമില്ലാതെ പോകുവാൻ സാധിക്കും. പുനരുത്ഥാനത്തിൽ നിങ്ങൾക്ക് പങ്കില്ലാതെ പോകും. ക്രിസ്തുവിൻ്റെ കൂടെ 1000 ആണ്ട് വാഴ്ചയുടെ അനുഭവത്തിൽ നിങ്ങൾക്ക് പങ്കില്ലാതെ പോകും. 1000 ആണ്ട് കഴിഞ്ഞിട്ട് കർത്താവ് ഉയർപ്പിച്ച് ന്യായം വിധിക്കുമ്പോൾ പാതാളത്തിലേക്ക് പോകുവാൻ ഈ ആത്മാവ്. സ്തോത്രം. പ്രിയമുള്ളവരെ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് പ്രിയമുള്ളവരെ. എൻ്റെ സഹോദരങ്ങളെ, ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ജനം രക്ഷിക്കപ്പെടണം. ഈ ജനം മാനസാന്തരപ്പെടണം. ഈ ജനം സത്യം തിരിച്ചറിയണം. എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, ഈ സുവിശേഷത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. അവനെ മാത്രമായി വിശ്വസിക്കാവൂ. അവനെ മാത്രമേ മുറുകെ പിടിക്കാവൂ. അല്ലാതെ മറ്റുള്ള യാതൊന്നും സത്യമല്ല എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് ഞാൻ പറയുകയാണ്. സ്തോത്രം. അങ്ങനെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, രക്ഷിക്കട്ടെ ഈ ദുഷ്ടശക്തിയിൽ നിന്ന്. പ്രിയമുള്ളവരെ, ഇത് സഭയിൽ പ്രവേശിച്ച വളരെ കടുപ്പമേറിയ ദുരാത്മാവാണ്, കടുപ്പമേറിയ ദുഷ്ടാത്മാവാണ്. ഈ ഭൂമിയിൽ മനുഷ്യനെ വഞ്ചിച്ചു കൊണ്ടിരുന്ന കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വരുന്നതിന് മുമ്പേ ഈ ഭൂമിയിൽ മനുഷ്യനെ വഞ്ചിച്ചു കൊണ്ടിരുന്ന ആത്മാവാണ് ഈ ആത്മാവ്. വളരെ തന്ത്രപൂർവമാണ് ഈ സഭയിലേക്ക് ഇത് മറിയയുടെ പേരിൽ പ്രവേശിച്ചത്. സ്തോത്രം. പ്രിയമുള്ളവരെ, മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മാനസാന്തരം. ഇതിൽ വിശ്വസിക്കുന്നവർക്ക് മാനസാന്തരം ആവശ്യമില്ല. ഇങ്ങനെയുള്ള വിശ്വാസത്തിൽ പോകുന്നവർക്ക് ഒരു മാനസാന്തരവും വേണ്ട. ചുമ്മാ
ഇതിൻ്റെ കൂടെ നടക്കാം. മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ വിശുദ്ധി വേണം, ഭക്തി വേണം. ആ ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ, പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ. സ്തോത്രം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അടുത്ത ഭാഗത്തിൽ ആ കാര്യങ്ങളെ ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുക. ഞാൻ പറഞ്ഞു, ആർത്തമീസ് ദേവിയുടെ ക്ഷേത്രത്തിൽ ഇങ്ങനെ അന്നത്തെ കാലത്ത് അവരുടെ ബിസിനസ് തകർന്നു. കാരണം വിഗ്രഹങ്ങളെ ഉണ്ടാക്കി. ഇന്ന് എത്ര വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയാണ് ജനം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? ഈ അമ്മയുടെ പേരിൽ മറിയയുടെ വിഗ്രഹം ഉണ്ടാക്കി ഇന്ന് എത്ര പേർ ജീവിക്കണമെന്നറിയാമോ? അപ്പോൾ ഇതെല്ലാം താളടിയാവും ഈ വിശ്വാസത്തിൽ നിന്ന് ജനം പിന്തിരിഞ്ഞു പോയാൽ. അതുപോലെ ഈ വിശ്വാസത്തിൻ്റെ പുറകെ പോകുന്നവർക്ക് എന്തെല്ലാം ഈ ലോകത്തിൽ ഈ കച്ചവടം മാല ഉണ്ടാക്കുന്ന ജനം എത്ര എന്നറിയാമോ? അവരുടെ ബിസിനസ്സാണിത്, അവരുടെ വയറ്റുപിളപ്പാണ്. എന്നാൽ അവർ ഉണ്ടാക്കി കൊടുക്കുന്നത്, ഇവർ കൊണ്ട് നടക്കുന്നത് ആ വിചാരമാണെന്ന് തിരിച്ചറിയണില്ല. ഇവർ കുഞ്ഞുങ്ങളെ പോലും അടിമപ്പെടുത്തി വെച്ചിരിക്കുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുക. കർത്താവ് കൽപ്പനയിൽ പറഞ്ഞു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ആ നാമം നീ എടുക്കുകയും ചെയ്യരുത്. അന്യ ദൈവങ്ങളുടെ നാമം നീ വായിൽ എടുക്കുകയും ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം വചന കൽപ്പനയിൽ പറഞ്ഞിരിക്കുകയാണ്. ആ നാമമെടുത്ത് നീ ബഹുമാനിക്കരുത്. ആ നാമമെടുത്ത് നീ പ്രശംസിക്കരുത്. ആ നാമമെടുത്ത് നീ ബഹുമാനം അർപ്പിക്കരുത് എന്നൊക്കെയാണ് ആ വചനത്തിൻ്റെ അടിസ്ഥാനം. പ്രിയമുള്ളവരെ, പുറപ്പാട് പുസ്തകം 23:13 എടുത്ത് വായിച്ചു നോക്കുക. എത്രമാത്രം കർശനമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഇവിടെ ഇതാ എത്ര ദൈവങ്ങളായി. ഇപ്പോൾ മറിയ ഇപ്പോൾ ക്രിസ്തു വേണ്ട, മറിയ മതി. പിശാച് എത്രമാത്രം തന്ത്രപൂർവ്വമാണ് മനുഷ്യനെ അടിമപ്പെടുത്തി വച്ചിരിക്കുന്നു. അമ്മയോട് പ്രാർത്ഥിച്ചാൽ മതി, അമ്മയോട് പറഞ്ഞാൽ മതി. അമ്മയല്ല പ്രിയമുള്ളവരെ, അമ്മയല്ല അത്, മറിയയല്ല. മാതാവെന്ന് പറയുന്ന ആ ആത്മാവ് വേറൊന്നുമല്ല, യക്ഷി. വീണ്ടും ഞാൻ പറയാണ്, യക്ഷിയാണ്, ദുരാത്മാവാണ്. മനസ്സിലാക്കിക്കൊള്ളുക, അതിൽ നിന്ന് രക്ഷപ്പെട്ടൊള്ളുക. വീണ്ടും പറയാണ് ഞാൻ, രക്ഷപ്പെട്ടൊള്ളുക. സ്തോത്രം. അങ്ങനെ ദൈവം നിങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിന്ന് ഈ വാക്കുകളെ നിർത്തുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കർത്താവ് നിങ്ങളെ അതിൽ നിന്ന് വിടുവിക്കട്ടെ. കർത്താവ് നിങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കട്ടെ. സ്തോത്രം പിതാവ്, സ്തോത്രം.